എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി വേണമെന്ന് ടെൻഡർ നോട്ടീസ്. ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീനയുടേതാണ് ഉത്തരവ്. സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെയാണ് വിവാദമായ ഉത്തരവ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ജനം ബിഗ് ബ്രേക്കിംഗ്. വിശദാംശങ്ങളുമായി വിനീഷ് ശരിയാണ്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥ സർവീസ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നതിലുപരി ഒരു മതപ്രീണനവും കൂടി നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ജില്ലാ ക്ഷീരവികസന സംഗമവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ 2 ദിവസത്തെ പരിപാടിയാണ് നടക്കുന്നത്. ആ പരിപാടിയിൽ ഭക്ഷണം വിളമ്പുന്നതിനുള്ള ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്. ഈ ടെൻഡറിലാണ് നിലവിൽ ഹലാൽ ചിക്കനായ ചിക്കൻ 65ഉം ഹലാൽ ചിക്കൻ ബിരിയാണിയും വേണമെന്ന ആവശ്യം ഈ ഉദ്യോഗസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ടെൻഡറിൽ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ഓർഡർ വ്യക്തമാക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹലാൽ ചിക്കനും ഹലാൽ ചിക്കൻ 65ഉം ചിക്കൻ ബിരിയാണിയും തന്നെ വേണമെന്ന ഒരു നിർബന്ധം ഉള്ളതുപോലെ തന്നെയാണ് ആ ടെൻഡർ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലും പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വകുപ്പ് തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് നടപടിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തല തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഒക്ടോബർ 3, 4 തീയതികളിലാണ് എറണാകുളത്ത് ക്ഷീരസംഗമം നടക്കുന്നത്. ഈ ക്ഷീരസംഗമത്തിൽ എത്തുന്നവർക്കാണ് ഭക്ഷണം നൽകാനുള്ള ടെൻഡറിലാണ് ഈ ചട്ടവിരുദ്ധമായും സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഹലാൽ ചിക്കൻ 65ഉം ഹലാൽ ചിക്കൻ ബിരിയാണിയും വേണമെന്ന ഒരു ടെൻഡർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ക്ഷീരവികസന വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കുന്ന സഫീനയാണ് ഇത്തരത്തിൽ വിവാദമായ ഒരു ടെൻഡർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടെൻഡറിൽ പറയുന്നത് ഈ പരിപാടിക്ക് ഈ മാസം 19-ാം തീയതിക്ക് മുൻപായി തന്നെ ടെൻഡർ നൽകണമെന്ന് ആണ് ആവശ്യം. അന്ന് തന്നെ ഈ ടെൻഡറിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അന്ന് ഉച്ചയോടുകൂടി തന്നെ ആർക്കാണ് ടെൻഡർ നൽകിയതെന്ന വിശദീകരണവും നൽകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അറിയിക്കുമെന്നും ഈ ടെൻഡറിൽ വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളം പോഞ്ഞാശ്ശേരിയിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. പോഞ്ഞാശ്ശേരിയിലെ ഒരു സ്വകാര്യ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ ടെൻഡർ മുഖേന വിളിച്ചുകൊണ്ട് ആ ടെൻഡർ മുഖേന ഭക്ഷണം എടുക്കേണ്ടത് നിയമപരമായ കാര്യമാണ്. പക്ഷേ ആ ടെൻഡർ വിളിച്ചതിലാണ് മതപരമായ, പ്രത്യേകിച്ച് സർവീസ് ചട്ടങ്ങളിൽ പറയുന്നത് മതപരമായ ചിഹ്നങ്ങളോ മതപരമായ പദപ്രയോഗങ്ങളോ യാതൊരു തരത്തിലും ഉത്തരവുകൾ ഇറക്കുമ്പോഴോ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസുകൾ ഇറക്കുമ്പോഴോ ഒന്നും തന്നെ ഉപയോഗിച്ചുകൂടാ എന്ന സർക്കാർ സർവീസ് ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കുള്ള സർവീസ് ചട്ടം നിലനിൽക്കുന്നുണ്ട്. ആ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് മതപ്രീണനത്തിനായി ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം വലിയ പ്രതിഷേധം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. സർദിനിയാണ്. ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യവും. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.